എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 വേരിയസ്, അതായത് ഡിസ്ട്രിക്റ്റ് വൈസ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ്. അതിൻ്റെ എക്സാം നമുക്ക് ഒക്ടോബർ 22-ാം തീയതി ഉണ്ട്. അപ്പോൾ ഇതിന് മുന്നേ ആയിട്ട് 2018 ഈ പോസ്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ്, അതായത് അതിൻ്റെ OMR എക്സാമിൻ്റെ കട്ട് ഓഫ് എത്രയാണ്, അതുപോലെ എത്ര അഡ്വൈസ് പോയിട്ടുണ്ട്, ഓരോ ജില്ലകളിലും എത്ര അഡ്വൈസ് പോയിട്ടുണ്ട്, എത്രയാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്, എത്ര പേരാണ് ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടുള്ളത്, ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടുള്ള ഷോർട്ട് ലിസ്റ്റില്ല റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ള ആൾക്കാർ എണ്ണം എത്രയാണ്, അതുപോലെ തന്നെ എത്ര ടോട്ടൽ അഡ്വൈസ് പോയിട്ടുണ്ട് തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ആദ്യം നമുക്ക് ഇതിൻ്റെ കാറ്റഗറി കോഡ് 277/2018 നെയിം ഓഫ് പോസ്റ്റ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2, ഡിപ്പാർട്ട്മെൻറ്റ് വേരിയസ് ആണ്, സ്കെയിൽ ഓഫ് പേ പഴയ സ്കെയിൽ ഓഫ് പേ ആണിത്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ വിളിച്ചത് 2019 30/1/2019 ലാസ്റ്റ് ഡേറ്റ്. ഡിസ്ട്രിക്റ്റ് വൈസ് നോട്ടിഫിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ആദ്യം തിരുവനന്തപുരം തന്നെ നോക്കാം. ഇതിൽ OMR എക്സാമിൻ്റെ ഡേറ്റ് 6/7/2019. ഓക്കെ, പിന്നെ വരുന്നത് ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുള്ളത് 5/12/2022. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ സൈറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഷോർട്ട് ലിസ്റ്റ് എന്ന് പറയുന്നത് ഈ ഡിക്റ്റേഷൻ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഉള്ള ഷോർട്ട് ലിസ്റ്റാണ് വന്നിട്ടുള്ളത്. അതെന്താണ് കാരണം എന്നുള്ളത് ഞാനിപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ വയനാടിൻ്റെ ഈ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, OMR എക്സാം കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ള ഷോർട്ട് ലിസ്റ്റാണ്. ആറാം തീയതി നടന്നിട്ടുള്ള എക്സാമാണ്. ഇത് യൂണിഫൈഡ് ലിസ്റ്റാണ്. നമുക്കറിയാം, ആദ്യം നമുക്ക് ഏതിലാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാവില്ല. ഇപ്പോൾ ഇവിടെ ഈ ഒരു ലാസ്റ്റിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കട്ട് ഓഫ് കാണിക്കുന്നതാണ്, പക്ഷേ ഇവിടെ കട്ട് ഓഫ് കാണിച്ചിട്ടില്ല. പല ജില്ലകളുടെയും കട്ട് ഓഫ് കാണിച്ചിട്ടില്ല. തിരുവനന്തപുരം ജില്ലേൻ്റെ നോക്കിയപ്പം 23 സംതിങ് ആണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ടാണ് സൈറ്റിൽ ഈ ഒരു ഷോർട്ട് ലിസ്റ്റ്, അതായത് OMR എക്സാമിൻ്റെ ബേസിൽ വന്നിട്ടുള്ള ഷോർട്ട് ലിസ്റ്റിൻ്റെ ലിങ്ക് കൊടുക്കാത്തത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ OMR എക്സാമിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുമ്പം ഏകദേശം നമ്മളിപ്പം എഴുതുന്ന എക്സാമുകളുടെ ആ ഒരു റേഞ്ച് ആയിരിക്കും. ഏകദേശം ഒരു 50 മുതൽ 60 വരെയുള്ള കട്ട് ഓഫ് പ്രതീക്ഷിക്കാം. അതിൽ കൂടിയ ഒരു കട്ട് ഓഫ് വരും എന്ന് പ്രതീക്ഷയില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡിസ്ട്രിക്റ്റ് വൈസ് നോട്ടിഫിക്കേഷനാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും വലിയൊരു ഹൈ കട്ട് ഓഫ് വരാൻ ചാൻസ് ഇല്ല. ഓക്കെ, ആദ്യം നിന്നൊക്കെ നമുക്ക് തിരുവനന്തപുരം ജില്ലേൻ്റെ നോക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴിവുകൾ കൊടുത്തിട്ടില്ല, അതായത് കറക്റ്റായിട്ട് ഒഴിവുകൾ കൊടുത്തിട്ടില്ല. പിന്നെ വന്നിട്ടുള്ളത് ലോവർ ക്വാളിഫിക്കേഷനാണ് ടൈപ്പ് റൈറ്റിങ്ങും പിന്നെ ഷോർട്ട് ഹാൻഡും വന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ കിട്ടുന്നില്ല, അതുകൊണ്ടാണ് 6/7/2019 OMR എക്സാം നടന്നത്. ഇനി തിരുവനന്തപുരത്തിൻ്റെ കട്ട് ഓഫ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഡിക്റ്റേഷൻ ടെസ്റ്റ് നടന്ന തീയതി 30/4/2022. ഇതിൽ വന്നിട്ടുള്ളത് നോക്കാം. എത്ര കട്ട് ഓഫാണ് വന്നിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ 80.25 മാർക്കാണ് വന്നിട്ടുള്ളത്. മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുള്ള ആൾക്കാരുടെ എണ്ണം 101, സപ്ലിമെൻ്ററി ലിസ്റ്റ് 94, ഡിഫറൻ്റ്ലി ഏബിൾഡ് ലിസ്റ്റ് 5 പേരുമാണ്. ടോട്ടൽ കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് 200 ആണ്. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് റാങ്ക് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് വിത്ത് എഫക്റ്റ് ഫ്രം എന്ന് പറയുന്നത് 2/6/2023 ആണ്. അപ്പോൾ ഇതിൽ ലാസ്റ്റത്തെ ആളെ കട്ട് ഓഫ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും എത്ര മാർക്കാണ് കിട്ടിയിട്ടുള്ളതെന്ന്. 90.25 മാർക്കാണ്, അതായത് ഇൻ്റർവ്യൂവിൽ 10 മാർക്കും 80.25 മാർക്കാണ് വന്നിട്ടുള്ളത്. ഏറ്റവും ഫസ്റ്റ് വന്നിട്ടുള്ള ആളുടെ മാർക്ക് നോക്കാം. അത് 98.5 മാർക്കും 13 മാർക്കാണ് ഇൻ്റർവ്യൂവിൽ. ഡിക്റ്റേഷൻ ടെസ്റ്റ് 100 മാർക്കിലാണ്. 98.5 മാർക്കാണ് ഡിക്റ്റേഷനിൽ കിട്ടിയിട്ടുള്ളത്. ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് 13 ആണ്. ഇൻ്റർവ്യൂവിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും ടോപ്പ് മാർക്ക് എന്ന് പറയുന്നത് 20 മാർക്കിലാണ്. 14 മാർക്കാണ് ഏറ്റവും ടോപ്പ് മാർക്ക് എന്ന് പറയുന്നത്. ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള മാർക്ക് 11 മാർക്കാണ് ലോവസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള മാർക്ക്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ്
11 10 ലോവസ്റ്റ് മാർക്ക്, ഏറ്റവും ഹൈ ആയിട്ടുള്ള മാർക്ക് 14 ഓക്കെ. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ഇതിൽ അഡ്വൈസ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇതിൽ വേക്കൻസീസൊക്കെ കുറേ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് കറക്റ്റ് എണ്ണം നോക്കാൻ പറ്റില്ല. അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കാം. ടോട്ടൽ 64 അഡ്വൈസാണ് പോയിട്ടുള്ളത്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്വൈസ് 4/8/2025 OC റാങ്ക് 39 വരെ പോയിട്ടുണ്ട്. ഈഴവ 50, SC സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 3, ST സപ്ലിമെൻ്ററി ലിസ്റ്റ് 3, മുസ്ലിം സപ്ലിമെൻ്ററി ലിസ്റ്റ് 3, LC 47, OBC 49, വിശ്വകർമ്മ 36, ഹിന്ദു നാട 26, SCCC സപ്ലിമെൻ്ററി ലിസ്റ്റ് 1, പിന്നെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആണെന്ന് തോന്നുന്നു 75, ബൈ ട്രാൻസ്ഫർ 1, അങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ടോട്ടൽ 64 അഡ്വൈസാണ് പോയിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ജില്ലേൻ്റെ നോക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. 64 അഡ്വൈസാണ് പോയിട്ടുള്ളത്. അടുത്തത് കൊല്ലം ജില്ലേൻ്റെ നോക്കാം. കൊല്ലം ജില്ലേൻ്റെത് ഷോർട്ട് ലിസ്റ്റ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടുള്ള കട്ട് ഓഫ് എന്ന് പറയുന്നത് കൊല്ലം ജില്ലേൻ്റെത് ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടുള്ളത് മാർക്ക് കൊടുത്തിട്ടില്ല അതിൽ. ഓക്കെ, മാർക്ക് പലതിലും കൊടുത്തിട്ടില്ല. ഇനി റാങ്ക് ലിസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ റാങ്ക് ലിസ്റ്റിൽ നമുക്ക് കട്ട് ഓഫ് ഒന്ന് കാണാൻ പറ്റും. റാങ്ക് ലിസ്റ്റിൽ കൊല്ലം ജില്ലേൻ്റെത് 76.25 രണ്ടിനും കൂടി, അതായത് ഡിക്റ്റേഷൻ ടെസ്റ്റും പിന്നെ ഇതും ഇൻ്റർവ്യൂവും കൂടിയിട്ട് 76.25 മാർക്കാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള മാർക്ക് എന്ന് പറയുമ്പോൾ 63.75 മാർക്കും ഡിക്റ്റേഷൻ ടെസ്റ്റിൽ. പിന്നെ ഹയസ്റ്റ് മാർക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ടുള്ള ആൾക്ക് കിട്ടിയിട്ടുള്ളത് 97.25 മാർക്കാണ്. 85.25 മാർക്ക് ഡിക്റ്റേഷൻ ടെസ്റ്റും 12 ഇൻ്റർവ്യൂ ആണ്. 10 മാർക്കാണ് ലോവസ്റ്റ് മാർക്ക്. 13 മാർക്കാണ് ഹയസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയാനുള്ളത്. ഇനി ഇതിൻ്റെ അഡ്വൈസ് ഡീറ്റെയിൽസ് നമുക്ക് ജസ്റ്റ് നോക്കാം. ടോട്ടൽ അഡ്വൈസ് 39. തിരുവനന്തപുരത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പം അത് കുറവാണ്. പിന്നെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്വൈസ് എന്ന് പറയുന്നത് 16/8/2025 OC 25ാമത്തെ റാങ്ക് വരെ പോയിട്ടുണ്ട്. ഈഴവ 26, SC 53, മുസ്ലിം 45, OBC 25, വിശ്വകർമ്മ 23, അങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇത് ടോട്ടൽ അഡ്വൈസ് 55 പ്ലസ് ഒരു ടേൺ ഔട്ടാണ് വന്നിട്ടുള്ളത്. സോറി, ഇവിടെ റാങ്ക് അപ് ടു വിച്ച് അഡ്വൈസ്ഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത് OC 45ാമത്തെ റാങ്ക് വരെ പോയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ഡിസ്ട്രിക്റ്റിൻ്റെ നോക്കാം. പത്തനംതിട്ട. അതിൽ ഷോർട്ട് ലിസ്റ്റ് നോക്കാം. ഷോർട്ട് ലിസ്റ്റിൽ മാർക്ക് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് ജസ്റ്റ് നോക്കാം. 34 മാർക്കാണ് ഇതിൽ കൊടുത്തിട്ടുള്ള കട്ട് ഓഫ്. ഓക്കെ, 50 പേര് മെയിൻ ലിസ്റ്റിലുണ്ട്, 30 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റ്, ഡിഫറൻ്റ്ലി ഏബിൾഡ് 1, ടോട്ടൽ 81 കാൻഡിഡേറ്റ്സ് ആണ് വന്നിട്ടുള്ളത്. റാങ്ക് ലിസ്റ്റിൽ ഇതിൽ മാർക്ക് കൊടുത്തിട്ടില്ല. ഓക്കെ, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റിൻ്റെ ഇതിൽ മാർക്ക് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് നമുക്കത് മാർക്ക് അനലൈസ് ചെയ്യാൻ പറ്റില്ല. ഇനി അഡ്വൈസ് ഡീറ്റെയിൽസ് ജസ്റ്റ് നോക്കാം. ഇതിൽ ടോട്ടൽ ഡേറ്റ് ഓഫ് ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അഡ്വൈസ്ഡ് ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത് 5/7/2025 പിന്നെ OC 23ാമത്തെ റാങ്ക് വരെ പോയിട്ടുണ്ട്. പിന്നെ
SC സപ്ലിമെൻ്ററി ലിസ്റ്റ് 1, മുസ്ലിം 44, LCA 48, OBC 31, വിശ്വകർമ്മ 39. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുള്ളൂ, കൂടുതൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ല. അടുത്ത ഡിസ്ട്രിക്റ്റ് നോക്കാം, ആലപ്പുഴ. ആലപ്പുഴേൻ്റെ ഷോർട്ട് ലിസ്റ്റ് ജസ്റ്റ് ഒന്ന് നോക്കാം. ആലപ്പുഴേൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 79.25 മാർക്കാണ്. 40 പേരാണ് മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളത്, 52 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റ്, ഒരാൾ ഡിഫറൻ്റ്ലി ഏബിൾഡ്. 93 പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിൽ നമ്പർ നമുക്ക് ഇത് മാർക്ക് അറിയാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ ടോട്ടൽ 32 അഡ്വൈസാണ് പോയിട്ടുള്ളത്. ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് 25/7/2025. റാങ്ക് OC 22, ഈഴവ 19, SC സപ്ലിമെൻ്ററി ലിസ്റ്റ് 3, ST 1, മുസ്ലിം 24, LCA 25, OBC സപ്ലിമെൻ്ററി ലിസ്റ്റ് 1, വിശ്വകർമ്മ സപ്ലിമെൻ്ററി ലിസ്റ്റ് 2, ഡിഫറൻ്റ്ലി ഏബിൾഡ് 12. ഓക്കെ, അപ്പോൾ ഇത്രയും അഡ്വൈസാണ് പോയിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ഡിസ്ട്രിക്റ്റ് നോക്കാം. കോട്ടയം ഡിസ്ട്രിക്റ്റിൽ ഷോർട്ട് ലിസ്റ്റ്. ഇതിലും മാർക്ക് നമുക്ക് കൊടുത്തിട്ടില്ല. ഓക്കെ, മാർക്ക് കൊടുത്തിട്ടില്ല, മാർക്ക് അറിയാൻ പറ്റുന്നില്ല. നമുക്ക് ഇതിൻ്റെ അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കാം. അഡ്വൈസ് ടോട്ടൽ 39 അഡ്വൈസാണ് പോയത്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്വൈസ് എന്ന് പറയുന്നത് 1/7/2025 ആണ്. OC 29, ഈഴവ 28, SC 1 സപ്ലിമെൻ്ററി ലിസ്റ്റ്, മുസ്ലിം 37, LCA 1 സപ്ലിമെൻ്ററി ലിസ്റ്റ്, OBC 26 വിത്തിൻ OC, പിന്നെ വിശ്വകർമ്മ 29, SIUC നാടാർ 18, 14 ഇങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത്. അടുത്ത ഡിസ്ട്രിക്റ്റ് ഇടുക്കി ഡിസ്ട്രിക്റ്റ് ആണ്. ഷോർട്ട് ലിസ്റ്റിൽ 42.75 ആണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. മെയിൻ ലിസ്റ്റിൽ 50, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 35, ഡിഫറൻ്റ്ലി ഏബിൾഡ് ലിസ്റ്റ് ഒരാളുമാണ് വന്നിട്ടുള്ളത്. ടോട്ടൽ 86 പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇനി ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് നോക്കാം. റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ടുള്ള ആൾക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് 110.75 മാർക്കാണ്. ഡിക്റ്റേഷൻ ടെസ്റ്റിൽ 97.75 മാർക്കും, ഇൻ്റർവ്യൂവിൽ 13 മാർക്കാണ്. 14 മാർക്കാണ് ഹയസ്റ്റ് മാർക്ക്, 10 മാർക്കാണ് ലോവസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, 42.75 ആണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. 10 മാർക്കാണ് ഇൻ്റർവ്യൂവിൽ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂവിൻ്റെയും പിന്നെ അതുപോലെ തന്നെ ഈ ഡിക്റ്റേഷൻ ടെസ്റ്റിൻ്റെയും മാർക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൽ ടോട്ടൽ അഡ്വൈസ് 32 ആണ്. OC 23 വരെ പോയിട്ടുണ്ട്. ഈഴവ 30, SC സപ്ലിമെൻ്ററി ലിസ്റ്റ് 4, മുസ്ലിം 12, OBC 18, വിശ്വകർമ്മ 21, SCCC 3. ഓക്കെ, അങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ് വരുന്നത്. ഇടുക്കി ഡിസ്ട്രിക്റ്റിൻ്റെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. ഇനി അടുത്ത ഡിസ്ട്രിക്റ്റ് നോക്കാം, എറണാകുളം. എറണാകുളത്തിൻ്റെ കട്ട് ഓഫ് 16 മാർക്കാണ് എറണാകുളത്ത് കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. റാങ്ക് ലിസ്റ്റിൽ നോക്കാം. റാങ്ക് ലിസ്റ്റിൽ ഫസ്റ്റ് ആൾക്ക് കിട്ടിയിട്ടുള്ളത് 96 മാർക്ക് ഡിക്റ്റേഷനിലും 14 മാർക്ക് ഇൻ്റർവ്യൂവിലുമാണ്. 14 മാർക്കാണ് ഹയസ്റ്റ് മാർക്ക് വന്നിട്ടുള്ളത്. 14 മാർക്ക് ഹയസ്റ്റ് മാർക്കും പിന്നെ 11 മാർക്കാണ് ലോവസ്റ്റ് മാർക്ക് ഇൻ്റർവ്യൂവിൽ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ടോട്ടൽ അഡ്വൈസ് 48 ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്വൈസ് 25/8/2025. OC 34ാമത്തെ റാങ്ക് വരെ പോയി. ഈഴവ 34,
SC 50, ST സപ്ലിമെൻ്ററി ലിസ്റ്റ് 1, മുസ്ലിം 41, LCAI 56, OBC 18, വിശ്വകർമ്മ 55, SCUC നാടാർ 37, ഡിഫറൻ്റ്ലി ഏബിൾഡ് 57. ഇങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്. ഓക്കെ, അടുത്ത ജില്ല നോക്കാം. എറണാകുളം, തൃശ്ശൂർ ജില്ല. തൃശ്ശൂരിൽ ഷോർട്ട് ലിസ്റ്റിൽ 75 മാർക്കാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. 40 പേരാണ് മെയിൻ ലിസ്റ്റ്, 39 സപ്ലിമെൻ്ററി ലിസ്റ്റ്, 79 പേരാണ് ടോട്ടൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഇനി റാങ്ക് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആൾക്ക് 108 മാർക്കാണ് വന്നിട്ടുള്ളത്. അതിൽ ഡിക്റ്റേഷൻ ടെസ്റ്റ് 95, ഇൻ്റർവ്യൂവിൽ 13 മാർക്കാണ് വന്നിട്ടുള്ളത്. ഇൻ്റർവ്യൂവിൽ ലോവസ്റ്റ് മാർക്ക് 10, പിന്നെ 14 മാർക്കാണ് ഹയസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കാം. ഇതിൽ ഡീറ്റെയിൽസ് കാണുന്നില്ല. ഓക്കെ, ഇതിലിപ്പോൾ ഇത് അപ്പോയിൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. NJD എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഡീറ്റെയിൽസ് കാണാൻ പറ്റുമോ എന്നുള്ളത് നോക്കട്ടെ. അതിൽ OC 15 EWS കാണുന്നില്ല. ഓക്കെ, ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഇല്ല. പാലക്കാട് നോക്കാം. (47.5) മാർക്കാണ്. മെയിൻ ലിസ്റ്റിൽ 66 പേര്, സപ്ലിമെൻ്ററി ലിസ്റ്റ് 51, ഡിഫറൻ്റ്ലി ഏബിൾഡ് 1, ടോട്ടൽ 118 പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. റാങ്ക് ലിസ്റ്റിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആൾക്ക് 106 മാർക്കാണ്. 94 മാർക്ക് ഡിക്റ്റേഷനിലും 12 മാർക്ക് ഇൻ്റർവ്യൂവിലും. ഓക്കെ, 14 മാർക്കാണ് ഹയസ്റ്റ് മാർക്ക്. മാർക്കാണ് ലോവസ്റ്റ് മാർക്ക്. ഓക്കെ, ഇനി അഡ്വൈസ് നോക്കാം. പാലക്കാട് ഡിസ്ട്രിക്റ്റിൻ്റെ ടോട്ടൽ 30 അഡ്വൈസ് പോയിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്വൈസ് എന്ന് പറയുന്നത് 13/8/2025. 23 OC, ഈഴവ 22 വിത്തിൻ OC, SC 27, മുസ്ലിം 46, OBC 23. ഓക്കെ, SCUC നാടാർ 16 വിത്തിൻ OC. അടുത്ത ഡിസ്ട്രിക്റ്റ് മലപ്പുറം. ഷോർട്ട് ലിസ്റ്റിൽ 59 കട്ട് ഓഫ് വന്നിട്ടുള്ളത്. 45 പേര് മെയിൻ ലിസ്റ്റ്, സപ്ലിമെൻ്ററി ലിസ്റ്റ് 41 പേര്, ഡിഫറൻ്റ്ലി ഏബിൾഡ് 2, ടോട്ടൽ കാൻഡിഡേറ്റ്സ് 88. റാങ്ക് ലിസ്റ്റ് ഇതിൽ മാർക്ക് കൊടുത്തിട്ടില്ല. ഓക്കെ, ടോട്ടൽ 32 അഡ്വൈസ് പോയിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്വൈസ് 12/8/2025. OC 26, ഈഴവ 26, SC സപ്ലിമെൻ്ററി ലിസ്റ്റ് 1, മുസ്ലിം 34, LCA സപ്ലിമെൻ്ററി ലിസ്റ്റ് 2. ഓക്കെ, ഇത്രയാണ് ഡീറ്റെയിൽസ് വന്നിട്ടുള്ളത്. അടുത്ത ഡിസ്ട്രിക്റ്റ് കോഴിക്കോടാണ്. കോഴിക്കോട് ഷോർട്ട് ലിസ്റ്റ് 79 കട്ട് ഓഫ്. 49 പേര് ഉൾപ്പെട്ടിട്ടുണ്ട്. 50 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റ്, 3 പേര് ഡിഫറൻ്റ്ലി ഏബിൾഡ്. ടോട്ടൽ 102 പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇനി റാങ്ക് ലിസ്റ്റിൽ മാർക്കുകൾ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. അഡ്വൈസ് ടോട്ടൽ അഡ്വൈസ് 42. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല അഡ്വൈസ് പോയിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്വൈസ് എന്ന് പറയുന്നത് 11/8/2025. OC 24, ഈഴവ 24, SC സപ്ലിമെൻ്ററി ലിസ്റ്റ് 1, ST സപ്ലിമെൻ്ററി ലിസ്റ്റ് 3, മുസ്ലിം സപ്ലിമെൻ്ററി ലിസ്റ്റ് 4, LCA സപ്ലിമെൻ്ററി ലിസ്റ്റ് 1, വിശ്വകർമ്മ 38, ധീരവ 30. ഓക്കെ, അടുത്ത ഡിസ്ട്രിക്റ്റ് വയനാട്. ഷോർട്ട് ലിസ്റ്റ്
58 മാർക്കാണ് കട്ട് ഓഫ്. 25 പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 30 പേരും. പിന്നെ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് 55. കട്ട് ഓഫ് 58. റാങ്ക് ലിസ്റ്റിൽ മാർക്ക് കൊടുത്തിട്ടില്ല. ടോട്ടൽ അഡ്വൈസ് നോക്കാം. ടോട്ടൽ അഡ്വൈസ് 19 എണ്ണമാണ് പോയിട്ടുള്ളത്. OC 14, ഇഴവ 14, SC സപ്ലിമെൻ്ററി ലിസ്റ്റ് 1, ST സപ്ലിമെൻ്ററി ലിസ്റ്റ് 1, മുസ്ലിം 17, LCA സപ്ലിമെൻ്ററി ലിസ്റ്റ് 1, OBC 13. ഓക്കെ. ഇനി അടുത്ത ഡിസ്ട്രിക്റ്റ് കണ്ണൂർ. ഷോർട്ട് ലിസ്റ്റ് കട്ട് ഓഫ് കൊടുത്തിട്ടില്ല. കട്ട് ഓഫ് നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും. 43.5 മാർക്കാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. ഓക്കെ. 10 മാർക്കാണ് 9 മാർക്കാണ് ഏറ്റവും ലോവസ്റ്റ് മാർക്ക് ഇൻ്റർവ്യൂവിൽ. ഇതിൽ 106.75 മാർക്കാണ് ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആൾക്ക് കിട്ടിയിട്ടുള്ള മാർക്ക്. 13 മാർക്കാണ് ഏറ്റവും ഹയസ്റ്റ് മാർക്ക് ഇൻ്റർവ്യൂവിൽ. 9 മാർക്കാണ് ലോവസ്റ്റ് മാർക്ക്. ഇതിൽ ടോട്ടൽ അഡ്വൈസ് 22 പേരാണ്. പിന്നെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്വൈസ് 24/9/2025. OC 15, ഈഴവ 15 വിത്തിൻ OC. സപ്ലിമെൻ്ററി ലിസ്റ്റ് SC 2, മുസ്ലിം 12, LCA 40, OBC 16. വിശ്വകർമ്മ സപ്ലിമെൻ്ററി ലിസ്റ്റ് 1, LD CP 2. ഇനി അടുത്തത് കാസർഗോഡ് ഡിസ്ട്രിക്റ്റാണ്. ഇതിൽ ജസ്റ്റ് എലിജിബിലിറ്റി ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. ഇതിൽ കട്ട് ഓഫ് കൊടുത്തിട്ടില്ല. ഓക്കെ, കൊടുത്തിട്ടില്ല. ഷോർട്ട് ലിസ്റ്റ് നോക്കാം. ഷോർട്ട് ലിസ്റ്റ് 37.50. 40 പേര് മെയിൻ ലിസ്റ്റ്. സപ്ലിമെൻ്ററി ലിസ്റ്റ് 19. ഡിഫറൻ്റ്ലി ഏബിൾഡ് 1. ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് 60 പേരാണ്. ഇനി കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ ഇത് കൊടുത്തിട്ടില്ല കേട്ടോ. കട്ട് ഓഫും കാര്യങ്ങളും മാർക്കൊന്നും കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കാം. ടോട്ടൽ 27 അഡ്വൈസ് പോയിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്വൈസ് എന്ന് പറയുന്നത് 28/6/2025. OC 16, ഈഴവ 17, പിന്നെ മുസ്ലിം 40, OBC 16 വിത്തിൻ OC, വിശ്വകർമ്മ 11 വിത്തിൻ OC. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽസാണ് പറയാനുള്ളത്. അപ്പം നിങ്ങൾ ഓരോ ജില്ലയിലും എഴുതുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇതിൽ നമുക്ക് കറക്റ്റ് കട്ട് ഓഫ് കൊടുത്തിട്ടില്ല. OMR എക്സാമിൻ്റെതായിക്കോട്ടെ, ചില ഡിസ്ട്രിക്റ്റിൻ്റെത് ഡിക്റ്റേഷൻ ടെസ്റ്റിൻ്റെ പോലും കറക്റ്റ് കട്ട് ഓഫ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് മാർക്ക് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റില്ല. എങ്കിലും നമുക്ക് ഈ ഒരു ഇപ്പോൾ വരുന്ന എക്സാമിൻ്റെ ആ ഒരു റേഞ്ച് വെച്ചിട്ട് എന്തായാലും ഒരു 50 മുതൽ 60, 65 അതിൻ്റെ ഉള്ളിലുള്ള ഒരു കട്ട് ഓഫാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ കൂടുതൽ കട്ട് ഓഫ് വരാൻ ചാൻസ് ഇല്ല, ഡിസ്ട്രിക്റ്റ് വൈസ് നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ. ഓക്കെ, അത് ഓരോ ജില്ലയിലുള്ള നമ്പർ ഓഫ് ആപ്ലിക്കൻസിന് അനുസരിച്ചിട്ട് ഇരിക്കും. ഓക്കെ, അപ്പം നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് എത്ര നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഓരോ ഡിസ്ട്രിക്റ്റിലും ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് തിരുവനന്തപുരത്ത് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് 1152, കൊല്ലം 500, പത്തനംതിട്ട 348, ആലപ്പുഴ 530, കോട്ടയം 482, ഇടുക്കി 404, എറണാകുളം 832, തൃശ്ശൂർ 620, പാലക്കാട് 591, മലപ്പുറം 515, കോഴിക്കോട് 856, വയനാട് 291, കണ്ണൂർ 404, കാസർഗോഡ് 265. പിന്നെ അത്രയുമാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും കുറഞ്ഞ ആൾക്കാർ എഴുതുന്നത് കാസർഗോഡ് ഡിസ്ട്രിക്റ്റും വയനാട് ഡിസ്ട്രിക്റ്റുമാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ എഴുതുന്നത് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റുമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.